ഹായ് എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കാം. ഓവനൊന്നും ഇല്ലാതെ സ്റ്റൗ ടോപ്പിൽ വെച്ച് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു വിപ്പ് ക്രീം കേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു സോസ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു പാനിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം. കുറച്ച് മതി കേട്ടോ വെള്ളം. ഇത് നമുക്ക് ഒന്ന് ഉരുക്കിയെടുക്കണം. പഞ്ചസാരയുടെ നിറം മാറി അത് ക്യാരമലൈസായി വരണം. പഞ്ചസാര ഇത് ചെറുതായിട്ട് നിറം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒത്തിരി ബ്രൗൺ കളർ ആവണ്ട. ആ പഞ്ചസാരയ്ക്ക് കയ്പ്പ് വരാൻ പാടില്ല കേട്ടോ. അപ്പം നല്ലൊരു ഗോൾഡൻ കളർ ആയാൽ മതി. ഇത്രയും കളർ മതി. ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കണം. ഒരു 4 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ബട്ടർ ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലോണം ഇങ്ങനെ പതഞ്ഞ് വരും. ഇത് കുഴപ്പമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ പതഞ്ഞ് വരുന്നതൊന്ന് മാറണം. അതെ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. ക്രീം ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ ഇരിക്കുന്നതാണെങ്കിൽ അതുപോലെ എടുത്ത് ചേർക്കരുത്. കാരണം ഈ പഞ്ചസാര നല്ല ചൂടാണല്ലോ. അപ്പോൾ തണുത്ത ക്രീം ചേർത്ത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മാറ്റിയതിന് ശേഷം ചേർക്കാം. അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചേർത്താലും മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ സോസ് റെഡിയായി. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഒരു ബൗളിൽ 1/2 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം അളവ് ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി വേറൊരു വലിയ ബൗൾ എടുത്ത് അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആയിരിക്കണേ. ഇതിനകത്തേക്കൊരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കാം. പഞ്ചസാര വെറുതെ മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. 1/4 കപ്പ്. ഇത് രണ്ടും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 4-5 മിനിറ്റ് നല്ല ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീം പോലെ ആക്കി എടുക്കാം. അപ്പോൾ ഇതേ പഞ്ചസാരയും ബട്ടറും കൂടി ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ആവണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. 2 ഫുൾ മുട്ടയും 1 മുട്ടയുടെ മഞ്ഞയുമാണ് വേണ്ടത്. തണുത്ത മുട്ട ഉപയോഗിക്കാൻ പാടില്ല. ഫ്രിഡ്ജിൽ ഇരിക്കുന്നതാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറ്റിയതിന് ശേഷം മാത്രം എടുക്കാം. അപ്പോൾ 2 ഫുൾ മുട്ടയും 1 മുട്ടയുടെ മഞ്ഞയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഓരോന്നായിട്ട് ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്ത് എടുക്കാൻ. ഒരുമിച്ച് ചേർക്കരുത്. അപ്പോൾ ഓരോന്നും ഒരു 1/2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആവണം, അത്രയും മതി. ഒത്തിരി സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോന്നായിട്ട് ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിനകത്ത് ഫ്ലേവറിനായിട്ടുള്ള എസൻസ് ചേർക്കണം. ബട്ടർ സ്കോച്ച് എസൻസ് ആണ് വേണ്ടത് കേട്ടോ. ഇത് ഉറപ്പായിട്ടും ചേർക്കണം, ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 ടൈപ്പ് എസൻസ് വാങ്ങിക്കാൻ കിട്ടും. ടൈഗറിൻ്റെ ബട്ടർ സ്കോച്ച് മിക്സ് ആണെങ്കിൽ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടുന്ന സാധനമാണ്. അതാണെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. അതിനൊരു ചെറിയ മഞ്ഞ കളറും ഒക്കെ ഉണ്ടാവും. അപ്പോൾ കേക്കിന് ആ ഒരു മഞ്ഞ കളറ് ഉണ്ടാവും. അതല്ലെങ്കിൽ ഇതുപോലെ വാനില എസൻസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പോലുള്ള ബട്ടർ സ്കോച്ച് എസൻസ് ഉണ്ട്, അത് ചേർക്കാം. അതാണെങ്കിൽ 2 ടീസ്പൂൺ ആണ് ചേർക്കേണ്ടത് കേട്ടോ. അപ്പം ഞാനിപ്പം ഈ ബട്ടർ സ്കോച്ച് എസൻസ് ആണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഈ മിക്സ് ചെറുതായിട്ടൊന്ന് പിരിഞ്ഞിരിക്കുന്ന പോലെ തോന്നിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ മൈദ ചേർത്ത് കഴിയുമ്പോൾ അത് ശരിയാവും. പിന്നെ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച മൈദയുടെ മിക്സും അതുപോലെ 1/2 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. ഇത് ഈ മുട്ടയുടെ കൂട്ടിലോട്ട് ചേർത്ത് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ എപ്പോഴും ഈ സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് ഓവറായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മിക്സ് ചെയ്യാൻ പാടില്ല. കുറച്ചായിട്ട് മൈദയും പാലും ചേർത്തിട്ട് ചെറിയ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് അത് എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നാൽ മാത്രം മതി. കൂടുതലായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് മൈദ ചേർത്ത് മിക്സ് ചെയ്തു, പിന്നെ കുറച്ച് പാല് ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫുള്ള് മൈദയും പാലും ചേർത്തിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിലോട്ട് മാറ്റാം. ഞാനൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് താഴെ ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കിനി ബേക്ക് ചെയ്തെടുക്കാം. ഞാനിന്ന് സ്റ്റൗ ടോപ്പിലാണ് ചെയ്യാൻ പോകുന്നത്. ഓവനിലാണെങ്കിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ
180°C അല്ലെങ്കിൽ 350°F 35 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്യേണ്ടി വരും. ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നല്ലതായിട്ട് ചൂടാക്കിയിട്ടിരിക്കുന്ന പാനാണ്. അതിൻ്റെ താഴെ ഒരു റിങ്ങോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അതിനകത്തോട്ട് നമുക്ക് കേക്കിൻ്റെ പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ, നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് ചൂടാക്കിയത്, അത് തീ കുറച്ച് ലോ ഫ്ലെയിമിലിട്ട് 35 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്യുക. ഒരിക്കലും തീ കൂട്ടിയിടരുത്, കേക്കിൻ്റെ താഴെയൊക്കെ കരിഞ്ഞു പോകും. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് 45 മിനിറ്റ് ആണ് കേട്ടോ എടുത്തത് ഇത് റെഡി ആവാൻ. അപ്പോൾ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചൊന്നിങ്ങനെ കുത്തി നോക്കുക. അപ്പോൾ ഇതുപോലെ ക്ലീൻ ആയിട്ട് വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കേക്കൊക്കെ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രീം ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ക്രീം ബീറ്റ് ചെയ്യുന്ന ബൗളും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ഈ ബ്ലേഡും ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടാനാണ് കേട്ടോ. നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഈ ബൗളൊക്കെ ഒന്ന് തണുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ക്രീം പെട്ടെന്ന് അലിഞ്ഞു പോവാതിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്തോട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുവാണ്. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് കുറച്ചൊന്ന് സ്റ്റിഫായി വരുന്ന സമയത്ത് ഇതിനകത്തോട്ട് ഒരല്പം ഫുഡ് കളർ ചേർക്കാം. യെല്ലോ ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ചെറിയൊരു ക്രീം കളർ പോലെ വന്നാൽ മതി. ഒരല്പം, ഒരു തുള്ളി, ഇത്രയും മതി. വീണ്ടും ഇത് നല്ലതായിട്ട് കുറച്ചും കൂടി സ്റ്റിഫായി വരുന്നവരെ ബീറ്റ് ചെയ്യുക. ഇനി ഇതിനകത്ത് ഈ ക്രീമിലും വേണമെങ്കിൽ നിങ്ങൾക്കൊരു 1 ടീസ്പൂൺ ബട്ടർ സ്കോച്ച് എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ക്രീം നല്ലോണം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇനി കേക്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ലെയർ ചെയ്യുമ്പോൾ ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് കാഷ്യൂനട്ട് ഞാനൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തരിതരിയായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. കാഷ്യൂനട്ട് ഞാൻ ഇതുപോലെ തന്നെ ചേർക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അത് ക്യാരമലൈസ് ചെയ്യുന്നൊന്നുമില്ല. സാധാരണ ബട്ടർ സ്കോച്ച് കേക്കിലൊക്കെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തിട്ട് ഈ നട്ട്സ് പൊടിച്ചതിട്ട് അത് ക്രഷ് ചെയ്താണ് ചേർക്കുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ ഞാൻ അതിന് പകരം ഇതുപോലെ കാഷ്യൂനട്ട് അല്ലെങ്കിൽ ബദാം ഇതുപോലെ തന്നെ പൊടിച്ച് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. താഴെയൊക്കെ കണ്ടോ, ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ഈ കേക്ക് നമുക്ക് 3ആയിട്ട് ലെയർ ചെയ്തെടുക്കണം. അപ്പോൾ 3ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ആദ്യത്തെ ലെയർ വെക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഞാൻ സാധാരണ കേക്കുകളിൽ ഷുഗർ സിറപ്പ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ ആദ്യത്തെ ലെയറിൻ്റെ മുകളിൽ ആവശ്യത്തിന് ക്രീം വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സോസ്, ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടല്ലോ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സോസ് ഇരിക്കും തോറും കുറച്ച് കട്ടിയാവേ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം ഫ്രഷ് ക്രീം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സോസ് എത്ര വേണമെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. അതിൻ്റെ മുകളിലോട്ട് കാഷ്യൂനട്ട് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതും എത്ര വേണമെന്നൊക്കെ ഉള്ളത് ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ബാക്കി ലെയേഴ്സും ചെയ്യാം. അതുപോലെ ഈ ബട്ടർ സ്കോച്ച് സോസ് നമ്മൾ ഫുൾ ഇതിനകത്ത് ഉപയോഗിക്കണമെന്നില്ല, ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. ബാക്കി വരുന്നത് ഇതുപോലൊരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 1 മാസം വരെയൊക്കെ അത് കേടാകാതിരിക്കും. പിന്നെ നമുക്ക് ഇതുപോലെ കേക്ക് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ രണ്ടാമത്തെ ലെയറും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് ലെയർ വെക്കാം. ഇനി കേക്ക് ഫുള്ളായിട്ട് ക്രീം വെച്ച് കവർ ചെയ്തെടുക്കാം. കേക്ക് ഒരുവിധം ഞാൻ ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇഷ്ടമുള്ള പോലെ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു സ്റ്റാർ ടിപ്പ്, ക്ലോസ്ഡ് സ്റ്റാർ ടിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് സിമ്പിളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുവാണ്.
ഓക്കെ, അതെ കേക്ക് അപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്തു. ജസ്റ്റ് ആ പൈപ്പിംഗ് ചെയ്തിട്ട് പിന്നെ സൈഡിൽ ഞാൻ ഒരല്പം സോസ് ഇങ്ങനെ ഒന്ന് ഒരു ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. നടുക്കും കുറച്ച് സോസ് ഇട്ടിട്ടുണ്ട്. അവിടെയും ചെറിയ ചെറിയ 2-3 ഫ്ലവേഴ്സും കൊടുത്തു. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ വെറുതെ വളരെ സിമ്പിളായിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്യാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്, കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇതിനകത്ത് ഷുഗർ സിറപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ നല്ല അലിഞ്ഞു പോകുന്ന പോലെ ഉള്ള കേക്കാണ്. ഇടയ്ക്ക് ആ ബട്ടർ സ്കോച്ച് സോസും നട്ട്സും ഒക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.